എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്ക് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം. കാര്യം അത്രമാത്രം സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. സോ നിങ്ങൾ വീഡിയോ മുഴുവനും കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്താൽ മാജിക് പോലെ നമുക്ക് റിസൾട്ട് കിട്ടും. നമുക്കിപ്പം സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടായാലും സൺ ടാൻ റിമൂവ് ചെയ്യാനാണെങ്കിലും കറുത്ത പാടുകളുണ്ട്, ബ്രൗൺ കളറിൽ സ്പോട്ട്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും. ചുണ്ടിന് ചുറ്റും അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയുടെ അവിടെയായിട്ടൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. അതുപോലെ തന്നെ നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരു ഫ്രഷ്നെസ്, ഇൻസ്റ്റൻറ്റ് ഗ്ലോ കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് നിരന്തരമായൊരു മാറ്റം നമ്മുടെ സ്കിന്നിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. അത്രമാത്രം ബെനിഫിഷ്യലാണ്. സോ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ചെയ്താൽ സൂപ്പറായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കെട്ടിവെച്ചു. അതുപോലെ തന്നെ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ചെയ്യേണ്ട പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മൾ ഏത് സോപ്പാണോ യൂസ് ചെയ്യുന്നത് ഇതിലേതെങ്കിലും വെച്ച് ക്ലീൻ ചെയ്യാം. ചരിച്ച് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പാക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. സോ നമുക്കിതെങ്ങനെ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചന്ദനത്തിൻ്റെ പൊടിയാണ്. ഇതിപ്പോൾ എനിക്ക് കഴിയാറായി. ഞാൻ ഈ ഒരു ബോട്ടിൽ ഫുള്ള് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര നല്ലതാണ്. സ്കിന്നിന് നന്നായിട്ട് തണുപ്പ് തരാനും സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ നമ്മുടെ സ്കിന്നിലുണ്ടെങ്കിൽ അതൊന്ന് സൂത്തൻ ചെയ്യാനും കാമാക്കാനും ഒക്കെ സഹായിക്കും. നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ, ഭയങ്കരമായിട്ട് ടാൻ അടിച്ചിട്ട് കരിവാളിപ്പുണ്ട്, അതിൻ്റേതായ ഒരു ഇറിറ്റേഷൻ നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ ഒരു പാക്ക് ഭയങ്കര നല്ലതാണ്. സോ നമ്മൾ ചന്ദനത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈരാണ്. തൈരും കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കണം. ചന്ദനം നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തൈര് ഉപയോഗിക്കണം. തൈര് അല്ലെങ്കിൽ പാല്, ഈ ഒരു രണ്ട് സംഭവം നമ്മൾ എടുക്കുക. കാര്യം ഹൈലി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സംഭവം വെച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചന്ദനം ഞാനിവിടെ 1 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഞാൻ സ്പൂൺ കണക്കിലല്ല, തട്ടിയാണ് എടുത്തത്. നിങ്ങൾ കണ്ടുല്ലോ, അതുകൊണ്ട് സ്പൂണൊന്നും പറയാനായിട്ട് അറിയത്തില്ല. 1 സ്പൂൺ വരും എന്നാലും ഓക്കെ. അതുപോലെ എടുക്കുക, നമ്മുടെ ഫേസിൽ ആവശ്യമായിട്ടുള്ളത് എടുക്കുക. പിന്നെ നമുക്ക് ഇനഫ് ക്വാണ്ടിറ്റിക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഇപ്പോൾ നമുക്ക് ഫേസ് പാക്കൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഇത്ര ക്വാണ്ടിറ്റി അളവ് വെച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിന് എടുത്താൽ മതി. അത് നമുക്ക് കറക്റ്റായിട്ടിരിക്കും. പിന്നെ ചില പ്രോഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചെടുക്കുന്നതാണ് നല്ലത്. മഞ്ഞളൊക്കെ ആണെങ്കിൽ വളരെ കുറച്ചെടുക്കുക. പക്ഷേ ഇതുപോലത്തെ ചന്ദനമൊക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾ ഒരുപാട് എടുക്കണ്ട. തൈര് വേണം ഏറ്റവും കൂടുതലായിട്ട് നിൽക്കാനായിട്ട്. ചന്ദനം അതിൻ്റെ പകുതി അല്ലെങ്കിൽ 1/4 ഭാഗം മാത്രം ചന്ദനം എടുത്താൽ മതി. ആ ഒരു കണക്ക് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുക്കുക. ഇനി അടുത്തതായിട്ട് 1/2 സ്പൂൺ നമ്മൾ തേന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 3 ഇൻഗ്രീഡിയൻസും ആണ് നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഐറ്റംസ്. സോ നമുക്കിത് 3ഉം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. തേൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിന് തരും. പെട്ടെന്നൊന്ന് സൂത്തൻ ചെയ്യാനും പെട്ടെന്ന് നമ്മുടെ സ്കിന്നിന് അറഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിതിൽ തേൻ ചേർത്ത് കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നമ്മൾ തേന് സ്കിപ്പ് ചെയ്യരുത്, അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ 3 ഇൻഗ്രീഡിയൻസും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് 3ഉം നിങ്ങൾ യൂസ് ചെയ്യണം. ആകെ നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ പറ്റുന്നത് തൈരിന് പകരമായിട്ട് നിങ്ങൾക്ക് പാല് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ റോസ് വാട്ടറോ അങ്ങനെയൊന്നും തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കരുത്. കാര്യം വേറൊന്നുമല്ല, ചന്ദനം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതാണ്, ഉണങ്ങി പോകുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ട് തന്നെ ഹൈലി മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സംഭവത്തിൻ്റെ കൂടെ ചേർക്കുമ്പോഴാണ് എനിക്ക് പേഴ്സണലി വളരെ നല്ലതായിട്ടും ബെനിഫിഷ്യലായിട്ടും തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ റോസ് വാട്ടറിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നപ്പം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഒറിജിനൽ ചന്ദനമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പാലിലോ ഒക്കെ ഉരച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒപ്പം തേനും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയല്ലോ, അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ ചന്ദനം എടുക്കുന്നില്ല, ഇതുപോലെ
പാക്കറ്റിൽ വാങ്ങുന്നതാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു റോസ് വാട്ടറിനൊപ്പം റിസൾട്ട് തരുന്നതായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ഒരിക്കലും ഒറിജിനൽ ചന്ദനം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ഫേസിൽ പെട്ടെന്ന് ഇതിങ്ങനെ വെളുത്തിട്ട് കംപ്ലീറ്റ്ലി വൈറ്റ് കളറിൽ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മളെപ്പോഴും പാല് അല്ലെങ്കിൽ തൈര് ഇത് രണ്ടിലേതെങ്കിലും ഒന്നിൽ ചേർക്കുന്നതാണ് നല്ലത്. എന്നാൽ മാത്രമേ നമുക്ക് സ്കിന്നിൽ വെച്ച് കുറച്ച് സമയം പാക്ക് ഇട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് വെള്ളത്തിനേക്കാളും റോസ് വാട്ടറിനേക്കാളും ബെറ്റർ ഇതാണ്. പിന്നെ നിങ്ങൾക്ക് തൈരോ പാലോ സെറ്റ് ആവാത്തവരാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചന്ദനമുണ്ട്, ഒറിജിനൽ ചന്ദനമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ചേർക്കാം. പക്ഷേ 5 മിനിറ്റിൽ കൂടുതൽ വെച്ചിരിക്കരുത്. കാര്യം പെട്ടെന്ന് ഡ്രൈ ആയി പോകും, ഭയങ്കരമായിട്ട് വെളുത്തങ്ങ് വെള്ളപ്പൊടി പോലെ ആയി പോകും ചന്ദനം ഫുള്ള് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. പക്ഷേ ഗൈസ്, ആ 5 മിനിറ്റ് തന്നെ ജെമ്മാണ്. അത്രമാത്രം നമുക്ക് റിസൾട്ട് തരും ഒറിജിനൽ ചന്ദനമാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഒരു തവണ അത് യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ എനിക്കത് കിട്ടിയിട്ടില്ല യൂസ് ചെയ്യാനായിട്ട്, അതുകൊണ്ട് യൂസ് ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒറിജിനൽ ചന്ദനം എന്നൊക്കെ പറഞ്ഞതിൽ ഭയങ്കര റേറ്റാണ്, പിന്നെ എല്ലായിടത്തും അവൈലബിൾ അല്ല. അതുകൊണ്ട് നോക്കുക, ഓൺലൈനിലൊക്കെ കിട്ടുന്നത് എന്താ വെച്ചാൽ അത് ഒറിജിനൽ ആയിരിക്കണം എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സോ നമ്മൾ നോക്കി വാങ്ങിക്കുക, എന്നാലേ നമ്മുടെ സ്വന്തം റിസ്കിൽ വാങ്ങുന്നതാണ് നല്ലത്. സോ ഞാൻ എൻ്റെ പാക്ക് ഫുൾ ഫേസിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് തുടച്ച് മാറ്റാനേ തോന്നില്ല കേട്ടോ. ചില പാക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവും, പെട്ടെന്ന് മാറ്റണം തോന്നും. ഇതങ്ങനെയല്ല, ഭയങ്കര കൂളിംഗ് ആണ്. ഈ ഒരു ചൂട് സമയത്ത് ഇത്രയും തണുപ്പ് തരുന്നൊരു പാക്ക് ഉള്ളപ്പോൾ നമുക്ക് അത് മാറ്റാനായിട്ട് തോന്നില്ല. പക്ഷേ എന്നാലും നിങ്ങളൊരു 15 മിനിറ്റിൽ കൂടുതൽ വെച്ചിരിക്കേണ്ട. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് സെമി ഡ്രൈ ആയി തുടങ്ങും. ആ ഒരു സമയത്തേക്ക് നമുക്ക് വാഷ് ചെയ്യണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നിങ്ങൾക്ക് സെമി ഡ്രൈ ആയി തോന്നുന്നത് ആ ഒരു സമയത്ത് വാഷ് ചെയ്യാം. ഇനി എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വെയിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടും ഒരു 10 മിനിറ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. 10-12 മിനിറ്റ് എങ്കിലും ഫിനിഷ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സെമി ഡ്രൈ ആവണം തോന്നുമ്പോൾ വാഷ് ചെയ്താൽ മതി. സോ ഞാനിവിടെ 12-13 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നു. സെമി ഡ്രൈ ആയപ്പോൾ വാഷ് ചെയ്തു. ഒരുപാട് കംപ്ലീറ്റ്ലി ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യരുത്, അത് നമുക്ക് നല്ലതല്ല. സോ നമ്മളിവിടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മോയ്സ്ചറൈസറാണ്, മസ്റ്റാണ്. നമ്മൾ ഏത് പാക്ക് ഇട്ടാലും അതിനുശേഷം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം. നമ്മുടെ സ്കിന്ന് ഓൾറെഡി തൈര് ചേർത്തുകൊണ്ട് നല്ല മോയ്സ്ചറൈസിങ് ആണ്. സ്റ്റിൽ നമ്മൾ നമ്മുടെ സ്കിന്നിന് ചേരുന്ന ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ലോക്ക് ചെയ്യുക. പിന്നെ തൈരൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ നിറയെ വെള്ളം ഒഴിച്ച് കഴുകണം. ഒരുപാട് എന്ന് വെച്ചാൽ ഒത്തിരി, ഒരു ബക്കറ്റ് വെള്ളമൊന്നുമല്ല, എന്നാലും നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കഴുകണം. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല ഒരു ഫിനിഷിങ്ങും നല്ല ഗ്ലോയും അതുപോലെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ കംപ്ലീറ്റ് ബെനിഫിറ്റ്സ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ തന്നെ കിടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഏറ്റവും അവസാനം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ കെയർ കൊടുത്തിട്ട് പിന്നെ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോയിട്ട് വല്ല കാര്യമുണ്ടോ? സോ നമ്മൾ കൃത്യമായിട്ട് രാവിലെയും വൈകുന്നേരവും AM PM റുട്ടീൻ ഉണ്ടല്ലോ, നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല അടിപൊളി ഗ്ലോ നമ്മുടെ സ്കിന്നിന് കിട്ടും. ഇത് ഒരു ദിവസം ചെയ്യേണ്ടതല്ല, കണ്ടിന്യൂസ് ചെയ്യണം. ഈ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. മാക്സിമം ആണ്, മിനിമം 2 ദിവസമെങ്കിലും നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാക്കിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. നിങ്ങൾ കുറച്ച് കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സജഷൻസ്. താങ്ക് യു സോ മച്ച് എല്ലാവരുടെയും സപ്പോർട്ടിന്. തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോസായിട്ട് ഇനി അടുത്ത് പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ.